അതോടൊപ്പം തന്നെ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പട്ടികയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം തുടരുമ്പോൾ AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഇന്ന് കേരളത്തിലെത്തും. 3 ദിവസത്തെ കേരളത്തിൽ തങ്ങുന്ന താരിഖ് അൻവർ നേതാക്കളുമായി ചർച്ച നടത്തിയേക്കും. പുതിയ ബ്ലോക്ക് പ്രസിഡന്റുമാർക്കായി കൊച്ചിയിലും കോഴിക്കോടും സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിൽ പങ്കെടുക്കാനാണ് താരിഖ് അൻവർ എത്തുന്നത്. ഇതിന്റെ വിശദാംശങ്ങളും കമലേഷ് തെക്കേക്കാട് നൽകും. കമലേഷ്, താരിഖ് അൻവർ ഇന്ന് കേരളത്തിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പട്ടികയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം മുറുകുന്ന ഒരു സാഹചര്യമാണ് കാണാനുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആൻസില, ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതിൽ തുടങ്ങിയ തർക്കം ഇപ്പോൾ വലിയ ഒരു തർക്കമായി, ഒരു പോരായി കോൺഗ്രസിനകത്ത് വ്യാപിക്കുന്ന സാഹചര്യമാണ്. നേതാക്കൾ തന്നെ ചേരിതിരിഞ്ഞ് ഇത്തരത്തിൽ ഒരു പോര് നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം UDF കൺവീനർ MM ഹസൻ ഇത് സംബന്ധിച്ച് വാർത്താസമ്മേളനം നടത്തിയിരുന്നു. സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് MM ഹസൻ ഉയർത്തിയിരുന്നത്. നേരത്തെ 170 മണ്ഡലങ്ങളിൽ ഏകകണ്ഠമായി ബ്ലോക്ക് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്ന 170 ബ്ലോക്കുകളിൽ ഐക്യകണ്ഠ വലിയ എതിർപ്പുകളൊന്നുമില്ലാതെ ചർച്ച ചെയ്ത് പരിഹരിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ബാക്കിയുള്ള അതിനുശേഷമുള്ള മറ്റ് ബ്ലോക്കുകളിൽ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്നത് കൃത്യമായ കൂടിയാലോചനകൾക്ക് ഒപ്പവും അതോടൊപ്പം KPCC പ്രസിഡന്റുമായി അടക്കം ആലോചിച്ച് അത്തരത്തിലുള്ള തീരുമാനമെടുക്കണമെന്നതാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ പറഞ്ഞിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ചർച്ചകളൊന്നും തന്നെ സംസ്ഥാനത്ത് നടന്നിട്ടില്ല എന്നാണ് MM ഹസൻ പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡിനെ കാണാനുള്ള തീരുമാനത്തിലേക്ക് A ഗ്രൂപ്പ് പോകുന്നത്. ഇതിൽ സംസ്ഥാന നേതൃത്വത്തോട് ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. എന്നാൽ അവർ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഇനി കാര്യമായ എന്തെങ്കിലും ഒരു മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്കാണ് ഹൈക്കമാൻഡിനെ ഈ വിഷയം ധരിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത്. ഇതിൽ താരിഖ് അൻവറും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം, ഈ പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം താരിഖ് അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡിനെ കാണാനുള്ള ഒരു തീരുമാനത്തിലേക്ക് A ഗ്രൂപ്പ് നേതാക്കൾ പോകുന്നത്. A ഗ്രൂപ്പ് മാത്രമല്ല, I ഗ്രൂപ്പ്, 2 ഗ്രൂപ്പുകളിലെയും നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിച്ച് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം KPCC പ്രസിഡന്റും ഈ വിമർശനങ്ങളോട് പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. തങ്ങളല്ല കോൺഗ്രസിനകത്തെ ഈ ഒരു ഐക്യം ഇല്ലാതാക്കിയത് എന്ന് MM ഹസൻ പ്രധാനമായും ഉന്നയിച്ച ഒരു വിഷയം, കോൺഗ്രസിനകത്ത് നേതാക്കൾ തമ്മിലുള്ള അല്ലെങ്കിൽ പാർട്ടിക്ക് ഉള്ളിലുള്ള ഒരു ഐക്യം ഇല്ലാതായിട്ടുണ്ട്. ഈ ഐക്യം വീണ്ടെടുക്കണമെങ്കിൽ അത് ഇനി ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. ഈ വിഷയത്തിൽ 172ഓളം ബ്ലോക്ക് പ്രസിഡന്റുമാരെ തീരുമാനിച്ചതിലാണ് ഇപ്പോൾ വലിയ ഒരു പ്രയാസമുണ്ടായിട്ടുള്ളത്. ഇതിൽ 170ഓളം ബ്ലോക്ക് പ്രസിഡന്റുമാരെ ഐക്യകണ്ഠേന തീരുമാനിക്കുന്ന സാഹചര്യമുണ്ട്. മറ്റ് മണ്ഡലങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി മുൻ KPCC അധ്യക്ഷന്മാരുടെ ഒരു സമിതി ഉണ്ടാക്കുകയും അവരുമായി കൂടിയാലോചന നടത്തി വേണം ഈ തീരുമാനമെടുക്കാൻ എന്ന് നേരത്തെ തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരത്തിൽ യാതൊരുവിധ കൂടിയാലോചനകളും ഉണ്ടാകാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിനുള്ളത്. ഇതോടുകൂടിയാണ് MM ഹസൻ വാർത്താസമ്മേളനം നടത്തുകയും നേതൃത്വത്തിനെതിരെ പരസ്യമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. സംസ്ഥാന നേതൃത്വവുമായി ഇനി ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാണ് പറയുന്നത്. കോൺഗ്രസിനകത്ത് ഐക്യം ഇല്ലാതായിരിക്കുന്നു, ഒരു കൂടിയാലോചനകൾ ഇല്ലാതായിരിക്കുന്നു. ആ തരത്തിൽ ഒറ്റക്കെട്ടായി കോൺഗ്രസിന് നിലവിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് പറയുന്നു. എന്നാൽ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഈ വിഷയങ്ങളോട് വലിയ തരത്തിൽ ഒരു അനുകൂലമായ നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ KPCC അധ്യക്ഷൻ K സുധാകരൻ അടക്കം ഈ വിഷയത്തോട് പ്രതികരിച്ചത് തങ്ങളല്ല ഇത്തരത്തിൽ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, തങ്ങളല്ല ഭിന്നതയുണ്ടാക്കിയിട്ടുള്ളത്, തങ്ങൾ ആരെയും കുറ്റപ്പെടുത്തി വാർത്താ സമ്മേളനം വിളിച്ചിട്ടില്ല, തങ്ങൾ ആരെയും ഈ നിലയിൽ ആക്ഷേപിക്കുന്ന നിലയുണ്ടായിട്ടില്ല. പാർട്ടിക്കുള്ളിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുപോയി വിളമ്പുന്നത് ഒരു ശരിയായ രീതിയല്ല എന്നാണ് K സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന നേതൃത്വത്തിൽ വിശ്വാസമില്ലെങ്കിൽ ആ നിലയിൽ അവർ ഹൈക്കമാൻഡിനെ സമീപിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യട്ടെ എന്നതാണ് പറയുന്നത്. ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ, തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ സംസ്ഥാന നേതൃത്വം തയ്യാറാണ് എന്നുകൂടി K സുധാകരൻ പറഞ്ഞു വെക്കുന്നു. ആ നിലയിൽ ഇപ്പോൾ ഹൈക്കമാൻഡാണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന നിലയിലേക്ക് 2 ഗ്രൂപ്പ് നേതൃത്വവും മാറുന്നു. ഹൈക്കമാൻഡാണ് ഈ വിഷയത്തിൽ ഒരു കാര്യം പറയുക. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഇന്ന് കേരളത്തിലെത്തുന്നത്. എറണാകുളത്തും കോഴിക്കോടും ഈ പുതിയ ബ്ലോക്ക് പ്രസിഡന്റുമാർക്കുള്ള ഒരു ക്യാമ്പിൽ
താരിഖ് അൻവർ പങ്കെടുക്കുന്നുണ്ട്. ഇതോടുകൂടി ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നതോടുകൂടി ഇനി ഈ ഗ്രൂപ്പുകളിൽ ഇനി ഈ പട്ടികയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ ഇടയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളുമായി ചർച്ച ചെയ്ത് ഈ വിഷയങ്ങൾ രമ്യതയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം താരിഖ് അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. എന്നാൽ അതേസമയം താരിഖ് അൻവറുമായുള്ള ചർച്ച അടക്കം ഈ ഗ്രൂപ്പ് നേതാക്കൾ വലിയൊരു കാര്യമായി കാണുന്നില്ല. താരിഖ് അൻവറിലടക്കം ഇനി ഈ വിഷയം നിൽക്കില്ല എന്നതാണ് അവർ പറയുന്നത്. താരിഖ് അൻവർ വന്നതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാനാവില്ല. സ്വാഭാവികമായും ഹൈക്കമാൻഡിനെ ഈ വിഷയത്തിൽ ഇടപെടുത്തി ഇതിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് AI ഗ്രൂപ്പുകളുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. വലിയ തരത്തിൽ കോൺഗ്രസ് നേരത്തെയും ഇത്തരത്തിൽ ഗ്രൂപ്പ് വിഷയങ്ങൾ കോൺഗ്രസിനകത്ത് ഉണ്ട് എങ്കിൽ പോലും സമീപകാലത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ഒരു പ്രശ്നമാണ് നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഈ ഗ്രൂപ്പുകളെയെല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഗ്രൂപ്പ് സമവാക്യം എന്നുള്ള നിലയിൽ തന്നെയാണ് 170 മണ്ഡലങ്ങളിൽ 170 ബ്ലോക്ക് പ്രസിഡന്റുമാരെ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ശേഷിക്കുന്ന ഇടങ്ങളിൽ അത്തരത്തിൽ കൂടിയാലോചനകളില്ലാതെ തോന്നിയ പോലെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്ന സാഹചര്യമാണ് എന്ന വിമർശനമാണ് പ്രധാനമായും A ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും വലിയ വിമർശനങ്ങൾ നേരത്തെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. VD സതീശൻ സമാന്തരമായി മറ്റൊരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എന്ന തരത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ബെന്നി ബെഹനാൻ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനമുണ്ടായി. അത്തരത്തിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ് VD സതീശൻ്റെ ശ്രമമെങ്കിൽ പഴയ ഗ്രൂപ്പ് പൊടിതട്ടിയെടുക്കാൻ അല്ലെങ്കിൽ അതിനെ സജീവമാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ബെന്നി ബെഹനാൻ അടക്കമുള്ള നേതാക്കൾ നേരത്തെ നൽകിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ എന്തായാലും താരിഖ് അൻവർ കേരളത്തിലെത്തുന്നു. കൊച്ചിയിലും കോഴിക്കോടും താരിഖ് അൻവറിന് പരിപാടികളുണ്ട്. പുതിയ ബ്ലോക്ക് പ്രസിഡന്റുമാർക്കുള്ള ക്യാമ്പിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതോടൊപ്പം ഈ തർക്കത്തിലുള്ള വിഷയമടക്കം ഗ്രൂപ്പ് നേതാക്കളുമായി അടക്കം താരിഖ് അൻവർ ചർച്ച നടത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ താരിഖ് അൻവറിൽ ഈ വിഷയം തീരില്ലെന്ന് ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നു. സ്വാഭാവികമായും ഹൈക്കമാൻഡിനെ സമീപിക്കാനുള്ള ഒരു അന്തിമ തീരുമാനം തന്നെയാണ് ഗ്രൂപ്പ് നേതാക്കളും കൈക്കൊണ്ടിട്ടുള്ളത്. അൻസല, കമലേഷ്, അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ ഒരു ചർച്ചയ്ക്ക് ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ AI ഗ്രൂപ്പുകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ താരിഖ് അൻവറുമായി ഒരു ചർച്ചയ്ക്ക് AI ഗ്രൂപ്പ് നേതാക്കൾ മുതിരുമോ?